നമ്മുടെ കേരളത്തിലെ അവിടെ ഏറ്റവും പഴക്കമേറിയ മുസ്ലിം ആരാധനാലയങ്ങളിൽ ഒന്നാണ് ചാലിയക്കര പുഴക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ചാലിയം പുഴക്കര പള്ളി. 1400 വർഷം പള്ളിക്ക് പഴക്കമുണ്ടെന്നാണ് ചരിത്രകാരന്മാർ സൂചിപ്പിക്കുന്നത്. മതപരമായ പ്രാധാന്യത്തിനൊപ്പം തന്നെ സാംസ്കാരിക ചരിത്ര പൈതൃകത്തിന്റെ പ്രതീകമായി മസ്ജിദ് ഏറെ ശ്രദ്ധേയമാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ മസ്ജിദിന്റെ വിശേഷങ്ങളാണ് ദൈവമേ കൈതൊഴാം. കടലും പുഴയും സംഗമിക്കുന്ന ചാലിയത്തിന്റെ മണ്ണിൽ 1400 വർഷത്തിന്റെ ചരിത്രവുമായി തല ഉയർത്തി നിൽക്കുകയാണ് പുഴക്കര പള്ളി എന്നറിയപ്പെടുന്ന മാലിക് ദീനാർ മസ്ജിദ്. AD 642 ഇസ്ലാമിക സാമ്രാജ്യത്വത്തിന്റെ ഭരണാധികാരിയായിരുന്ന 2ാം ഖലീഫ ഉമർ ബിൻ അൽ ഖത്താബിന്റെ ഭരണകാലത്താണ് ഈ പള്ളിയുടെ നിർമ്മാണം. മാലിക് ഇബ്നു ദീനാറിന്റെ സഹോദരപുത്രൻ ഹബീബ് ഇബ്നു മാലിക് നിർമ്മിച്ച ഈ പള്ളി ഇന്ത്യയിലെ തന്നെ ആദ്യ 10 പള്ളികളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ഈ മണ്ണിൽ നിന്നാണ് കോഴിക്കോടിന്റെ ഇസ്ലാമിക പ്രബോധന ചരിത്രം പടർന്നു പന്തലിച്ചത്. ക്ലോക്കുകളില്ലാതിരുന്ന കാലത്ത് സൂര്യപ്രകാശത്തിന്റെ നിഴൽ നോക്കി പ്രാർത്ഥനാ സമയം കണക്കാക്കിയിരുന്ന നിഴൽ ഘടികാരം ഇന്നും ഇവിടെ വിസ്മയമായി തുടരുന്നു. വിശ്വാസത്തിനൊപ്പം പോരാട്ട വീര്യത്തിന്റെ കഥകളും ഈ പള്ളിക്ക് പറയാനുണ്ട്. 1571 പോർച്ചുഗീസുകാരുടെ അധീനതയിലായിരുന്ന ചാലിയം കോട്ട സാമൂതിരിയുടെ നിർദ്ദേശപ്രകാരം കുഞ്ഞാലി മരക്കാർ പിടിച്ചടക്കിയിരുന്നു. തകർത്ത കോട്ടയുടെ കല്ലുകൾ പള്ളിയുടെ പുനർനിർമ്മാണത്തിനായി സാമൂതിരി രാജാവ് വിട്ടുനൽകിയെന്നും ചരിത്രമുണ്ട്. കോട്ടയുടെ മര ഉരുപ്പടികൾ കോഴിക്കോട് കുറ്റിച്ചിറയിലെ മിഷ്കൽ പള്ളിയിലും അവശേഷിക്കുന്നുണ്ട്. പള്ളിയുടെ നിർമ്മാണത്തിനായി പിന്തുണ നൽകിയ സാമൂതിരിയുടെ മതസൗഹാർദ്ദത്തിന്റെ ഓർമ്മകളുടെ അടയാളം കൂടിയാണ് ചാലിയത്തെ പുഴക്കര പള്ളി. വിശ്വപ്രസിദ്ധ സഞ്ചാരി ഇബ്നു ബത്തൂത്ത പള്ളി സന്ദർശിക്കാൻ എത്തിയിട്ടുണ്ട്. നമ്മുടെ ചേരമാൻ പെരുമാൾ എന്ന മഹാരാജാവ് പ്രവാചകൻ്റെ ചന്ദ്രൻ പിളർത്തിയ സംഭവം കാണുകയും മക്കയിൽ പോയി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ ചെന്നുകൊണ്ട് ഇസ്ലാം മതം സ്വീകരിക്കുകയും പിന്നീട് അദ്ദേഹം സലാലൈ ലുഫാറിൽ വെച്ച് മരണപ്പെടുകയുമായി ചെയ്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെയായിരുന്നു മാലിക് ദീനാർ സംഘം വന്നിരുന്നത്. ആ മാലിക് ദീനാർ സംഘത്തോടും യാത്ര തുടരുവാനും കേരളത്തിൽ പോയി ഇസ്ലാം മത പ്രചാരണം നടത്തുവാനും ചേരമാൻ പെരുമാൾ രാജാവ് പറയുകയുണ്ടായി. തൻ്റെ പിൻഗാമിക്ക് ഒരു കത്ത് കൊടുത്തയച്ചിട്ട് ഈ വരുന്ന സംഘത്തിന് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണമെന്നും രാജാവ് കൽപ്പിക്കുകയുണ്ടായി. അതനുസരിച്ചാണ് മാലിക് ദീനാർ സംഘവും കേരളത്തിലെത്തിയത്. അവർ 10 പള്ളികൾ പണിയുകയുണ്ടായി. അതിൽപ്പെട്ട ഒരു പള്ളിയാണിത്. ഇവിടെ വരുന്ന സമയത്ത് ചാലിയത്ത് 4 ഇല്ലങ്ങളാണ് പ്രധാനമായി ഉണ്ടായിരുന്നത്. പൊക്കക്കാള ഇല്ലം, മമ്മത്തര ഇല്ലം, എമസര ഇല്ലം, പുഴക്കര ഇല്ലം. അതിൽ പുഴക്കര ഇല്ലക്കാരാണ് ഈ പള്ളി പണിയുന്നതിന് വേണ്ടി ഇവിടെ സ്ഥലം നൽകിയിട്ടുള്ളത്. ഇവിടെ നമ്മുടെ ലോകസഞ്ചാരി ഇബ്നു ബത്തൂത്ത സഞ്ചാര കൃതികളിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ചാലിയത്തെക്കുറിച്ച്. അദ്ദേഹം ഇവിടെ 6 മാസത്തോളം താമസിച്ചിരുന്നു. അങ്ങനെ ലോകസഞ്ചാരികൾ ഉൾപ്പെടെ നിരവധി സഞ്ചാര സാഹിത്യ കൃതികളിൽ ഈ പ്രദേശം ഉണ്ട്. 1400 വർഷങ്ങളുടെ തിളക്കമാർന്ന അധ്യായമായി ചാലിയത്ത് പള്ളി ഇന്നും തലയുയർത്തി നിൽക്കുന്നു. മതസൗഹാർദ്ദത്തിന്റെയും വിദേശാധിപത്യത്തിനെതിരെയുള്ള പോരാട്ടത്തിന്റെയും സാക്ഷ്യപത്രമാണ് ചാലിയം പുഴക്കര പള്ളി. കാലം മാറിയിട്ടും മാറ്റമില്ലാത്ത വിശ്വാസവും പൈതൃകവും ഈ പുണ്യഭൂമിയെ വിശ്വാസികൾക്കും ചരിത്രകാരന്മാർക്കും ഒരുപോലെ പ്രിയപ്പെട്ടതാക്കുന്നു. മാലിക് ഇബ്നു ദീനാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ 10 പള്ളികളിൽ ഒന്നാണിത്.
വിശ്വാസവും ചരിത്രവും ഇഴചേർന്ന് നിൽക്കുന്ന ഈ പള്ളിക്ക് നൂറ്റാണ്ടുകളുടെ കഥ പറയാനുണ്ട്. കോഴിക്കോട് നിന്നും എം മുബാറക്, ന്യൂസ് മലയാളം.